പ്രധാനമന്ത്രി എത്തി. നമുക്ക് പ്രധാനമന്ത്രിയുടെ ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടതിന് ശേഷം ഹെഡ്ലൈൻസിലേക്ക് വരാം. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ നോബൽ മാരിക്കാരൻ ജൻപത് 3ക്ക് മുന്നിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകാനായിട്ട് ചേരുന്നു. നോബൽ മാരിക്കാരൻ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രി ജൻപത് 3യിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. വലിയ സുരക്ഷയുണ്ട്. ഇന്ന് 11 മണിക്കാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടുന്നത്. രാജ്ഘട്ടിൽ ഒരു പ്രത്യേക ഇടത്തിലായിരിക്കും ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം കൊള്ളാനുള്ള സ്ഥലം ഒരുക്കുക. അത് മന്ത്രിസഭയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ജൻപത് 3യുടെ മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാജ്യമൊന്നാകെ തങ്ങളുടെ പ്രിയപ്പെട്ട മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ വ്യസനിക്കുകയാണ്. ആ വിഷമം പ്രകൃതിക്കുമുണ്ട് എന്ന മട്ടിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ ജൻപത് 3യിലെ വസതിക്ക് മുന്നിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അവിടേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിച്ചേരുകയാണ്. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ജൻപത് 3യിലേക്ക് പോകും. നോബൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബൽ, പ്രധാനമന്ത്രി ജൻപത് 3യിലേക്ക് എത്തിയോ അതോ എത്തിക്കൊണ്ടിരിക്കുന്നോ? സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നോബൽ മാരിക്കാരൻ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? നോബൽ മാരിക്കാരനുണ്ട്. മാധ്യമപ്രവർത്തകരെ അവിടെ ബാരിക്കേഡ് വെച്ച് മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. നോബൽ തുടരുന്നുണ്ട്. നോബൽ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി എത്തിയോ അതോ പ്രധാനമന്ത്രിയുടെ വരവിന് തൊട്ടു മുൻപിലുള്ള ക്രമീകരണങ്ങളാണോ നമ്മൾ കാണുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ജൻപത്തിലെ 3-ാം നമ്പറിലെ വസതിയിലേക്ക് ഇവിടെയാണ് മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം ഉള്ളത്. അല്പം മുമ്പാണ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ിൽ കിടക്കുന്നത്. അല്പം മുമ്പാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ട് എത്തുന്നത്. നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിക്കൊണ്ട് ഈ മൻമോഹൻ സിംഗിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് മറ്റ് നേതാക്കളും അക്കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ചു. ആദ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അകത്തേക്ക് പോയത്. അതിന് പിന്നാലെ പ്രധാനമന്ത്രി കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. എന്താണെങ്കിലും മുൻ പ്രധാനമന്ത്രിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ നിലവിലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുമ്പ് ഇവിടെ എത്തി. അവിടെ എത്തി അദ്ദേഹം കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് KC വേണുഗോപാൽ MP മാത്രമാണ്, അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹം മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ വസതിക്ക് അകത്തുള്ളൂ. നേതാക്കൾ എത്തുന്നതിന്, അതായത് ഈ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നേതാക്കൾ എത്തുന്നതിന് കൃത്യമായ സമയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ നേതാക്കളും കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് എത്താത്തൊരു സാഹചര്യം എന്നത് കൂടി മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനകം അതിന് കൂടുതൽ നേതാക്കൾ ഇവിടെ എത്തി മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തും. നിലവിൽ അദ്ദേഹത്തിന്റെ വസതിയിലാണ് ഭൗതിക എനിക്കൊന്ന് ടെലിഫോണിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കണ്ടതിനു ശേഷം അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ മടങ്ങി വരും. തീർച്ചയായിട്ടും മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ വീൽ ചെയറിൽ എത്തുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അഭിനന്ദിച്ചിരുന്നു. അത്രമേൽ രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള നേതാവാണ് എന്ന് മൻമോഹൻ സിംഗിനെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ വീടിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡോക്ടർ മൻമോഹൻ സിംഗ്, മുൻ പ്രധാനമന്ത്രി, 10 വർഷം ഇന്ത്യയെ നയിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ജൻപത് 3 എന്ന ഔദ്യോഗിക ഭവനിൽ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അവിടെയുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി ജൻപത് 3യിലേക്ക് എത്തിയത്. അവിടെ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയും കുടുംബാംഗങ്ങളുമുണ്ട്. അവരോട് എത്തി അവരെ വണങ്ങി അഭിവാദ്യം ചെയ്തതിനു ശേഷം അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ജൻപത് 3യിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ ആ ജൻപത് 3ക്ക് പുറത്തുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. കുടുംബാംഗങ്ങളടക്കമുണ്ട്. ഇപ്പോൾ ജൻപത് 3യിലെ മൻമോഹൻ സിംഗിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഇപ്പോൾ ഭാര്യയുമായി സംസാരിക്കുകയാണ്, അവരുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ദുഃഖാചരണമുണ്ട്. 7 ദിവസത്തെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. അന്തിമോപചാരം അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശവമഞ്ചത്തിൽ പുഷ്പാലങ്കൃതമായ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്തി റീത്ത് സമർപ്പിച്ചതിനു ശേഷം
പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുകയാണ്. BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഇപ്പോൾ ഈ കുടുംബാംഗങ്ങൾക്കൊപ്പം ജൻപഥിലെ വാസതയ്ക്കുള്ളിലുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി പുറത്തേക്കിറങ്ങി യാത്ര മടങ്ങിയിരിക്കുന്നു. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നീ 3 പേരും ഇപ്പോൾ ജൻപഥ് 3-ൽ അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം മടങ്ങിയിട്ടുണ്ട്. ഇനി കേന്ദ്ര മന്ത്രിസഭയുണ്ട്. ഈ മന്ത്രിസഭയിലായിരിക്കും ഒരുപക്ഷെ രാജ്ഘട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുക, അല്ലേ നോബൽ മാരിക്കാരൻ? അരുൺ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇവിടെ എത്തി മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് അദ്ദേഹം പോകുന്നത്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ഇദ്ദേഹത്തിന്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്തിമ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം രാജ്ഘട്ടിനടുത്ത് തന്നെയായിരിക്കും മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലം ഒരുങ്ങുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ഇപ്പോൾ നരേന്ദ്രമോദി നേരിട്ട് ധരിപ്പിച്ചിട്ടുണ്ടാകും. അതിനുശേഷമായിരിക്കും മന്ത്രിസഭയിൽ ഇതിനൊരു തീരുമാനം. മൻമോഹൻ സിംഗിന്റെ വസതിയിൽ തന്നെയാണുള്ള കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നതെന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അല്പസമയത്തിന് അദ്ദേഹം കൂടി പുറത്തേക്ക് പോയി 11 മണിക്കാണ് കേന്ദ്ര മന്ത്രിസഭയുടെ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് നടപടിക്രമങ്ങളടക്കം ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിലേക്ക് എത്തും. കോൺഗ്രസ് അടക്കം വ്യക്തമാക്കുന്നത് ഈ സംസ്കാരത്തിന്റെ സമയക്രമം ആവുന്നതിന് പിന്നാലെയായിരിക്കും പൊതുദർശനവുമായി ബന്ധപ്പെട്ട സമയക്രമത്തിലേക്ക്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന പ്രകാരം രാവിലെ 8:30 മുതൽ ദില്ലിയിലെ AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ ജൻപഥ് 3-ലെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇപ്പോൾ